ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് ടെൻ്റ് അടിച്ചിട്ടുണ്ടായത്. ഇപ്പം മഴയൊക്കെ നിന്നു, പക്ഷെ ഇന്നലെ പെരുമഴയേനു. ടെൻറ്റ് കുറച്ചൊക്കെ നനഞ്ഞു. യെസ്, ടെൻറ്റിൻ്റെ അകം കാണിച്ചു തരാം. ആകെ അലങ്കോലാണ്. സ്ലീപ്പിംഗ് ബാഗ്, സ്ലീപ്പിംഗ് മാറ്റ്. ഇനിയിപ്പോൾ അങ്ങനെ ടാസ്ക് എന്താ വെച്ചാൽ ഡെയിലി 2 ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് കിട്ടുക എന്നുള്ളതാണ്. ഞങ്ങളെന്നെ ചായ ഉണ്ടാക്കി. ഇവിടെ ഞങ്ങൾക്കൊരു ഷെൽട്ടർ കിട്ടിയിരുന്നു. ഇതുപോലെ എന്തോ വീട് പണി എന്തോ നടക്കുന്നതാണ് തോന്നുന്നു. അപ്പം ഈ ഷെൽട്ടർ കിട്ടിയോണ്ട് മാത്രം ഇന്നലെ മൂഞ്ചിയില്ല. അപ്പോൾ ഇവിടെ യെസ് ചായ ഉണ്ടാക്കി കഴിഞ്ഞു. പാൽ ചായ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെറും കട്ടൻ ചായ ആയിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളിതാ പാൽപ്പൊടി കൊണ്ടുവന്നെ. ഏത് മോഡ്. അപ്പോൾ ഇതാ പാൽ ചായ ഉണ്ടാക്കിക്കണ്. വെള്ളമൊക്കെ ഇതാ അവിടെ നിന്ന് എടുത്തു, എൻ്റെ വെള്ളം ക്യാരിങ് ബാഗ്. പിന്നെ രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ബ്രെഡും ജാമും. സോ ഫുൾ സെറ്റിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് പ്രാവശ്യം. പാൽച്ചായ ഉണ്ടാക്കി കുടിച്ച് മജ്ജ. ആലോചിച്ച് നോക്ക്, ഏത് മജ്ജ. ഷിയോ എന്താ അവസ്ഥ? ഉറങ്ങാൻ പറ്റിയോ ഇന്നലെ? ഉറങ്ങി. ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? മഴയുടെ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ ആയി. ഇപ്പം അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട്. സണ്ണി ക്ലൈമറ്റായി വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ലേശം മഴയായിട്ട് അബദ്ധമായിരുന്നു. സോ നമ്മൾ പ്രസൻ്റ്ലി എന്താ ഉള്ളത്? അന്നപൂർണ്ണ സർക്യൂട്ടിലാണുള്ളത്. അന്നപൂർണ്ണ സർക്യൂട്ട് ട്രെക്കിങ്ങിലാണ്. ഇതിപ്പം ചാമയെ കഴിഞ്ഞ് തിലേക്ക് അങ്ങനെ എന്തോ ഒരു വില്ലേജ്, ചാമയെ കഴിഞ്ഞാൽ അടുത്ത വില്ലേജിലാണ് നമ്മളുള്ളത്. സോ ഇതാണ് നമ്മളെ വില്ലേജ്. കുറച്ച് ടീ ഹൗസുകളും ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉള്ള ഒരു സാധാ വില്ലേജ്. ആ കോഴീനൊക്കെ കാണാം. കോഴി. യെസ്. ഹലോ 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 ഹലോ. കൊയ് കൊയ് കൊയ്. പട്ടി വിചാരിക്കുന്നുണ്ടാവും ഒരു തേങ്ങയും തരാതെ വെറുതെ ഹലോ മാത്രം പറയുന്നത്. സോ നൈസാണ് കേട്ടോ, ഒരു നൈസ് വില്ലേജ്. തണുപ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ആക്ച്വലി. രാവിലെ എണീച്ചപ്പോൾ അവിടെ മഞ്ഞുമല കാണാമായിരുന്നു, ഹിമാലയാസ് കാണാമായിരുന്നു. ഇപ്പം കറക്റ്റ് കാണുന്നില്ല, ബട്ട് സ്റ്റിൽ അടിപൊളിയായിരുന്നു. എനിവേയ്സ് തിലേക്കൂലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എങ്ങാണ്ട് ഇറങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാ പാക്കപ്പും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 9 മണിക്ക് അല്ലേ, 9 മണിയായി ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം ഇറക്കരുതാ, എല്ലാ പാക്കിങ്ങും കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങുന്നു. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഫസ്റ്റ് ഡേ അല്ലേ, നാളെ മുതൽ സെറ്റാക്കാം. അപ്പം എല്ലാവരും സ്ലോ പാക്കിങ്ങാണ്. നാളെ മുതൽ കുറച്ച് സ്പീഡായിട്ട് പാക്കൊക്കെ ചെയ്ത് ഒരു 7:30-8 മണിക്കെങ്കിലും എന്തായാലും ട്രക്കിങ് ഇറങ്ങണം. എന്നാൽ മാത്രമേ ഇപ്പം ഡെയിലി നമുക്കൊരു 10-14 കിലോമീറ്റർ എന്തായാലും നടക്കാനുണ്ട്. അപ്പോൾ സ്ലോ ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ എന്തായാലും ഇറങ്ങിയേ പറ്റൂ. എന്നാലും ക്ലൈമറ്റ് അടിപൊളിയാണ്, നല്ല സണ്ണി. അത് നോക്ക്, രാവിലെ തന്നെ അടിച്ചിട്ട് ഷീട്ട കളിക്കുന്നേ. ഏത് മൂടാ, കൊള്ളാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. യെസ്, കുറേ അധികം ആൾക്കാരുണ്ട്. നമ്മൾ മാത്രമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ. ഹലോ. ഇവരൊക്കെ ബാഗ് നോക്ക്, നമ്മളെ ബാഗ് നോക്ക്. ഇവിടെ നമുക്ക് ഒരു ഫസ്റ്റ് ബോർഡ് കാണാം, ട്രക്കിംഗ് ട്രെയിൽ വേ ടു പിസാങ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി പക്ഷെ ഇവിടെ 2 വഴിയുണ്ട്. സീരീസ് കുറേ പേര് ഇതിലെ പോകുന്ന കണ്ടു, കുറേ പേര് ഇതിലെ പോകുന്ന കണ്ടു.
രണ്ടും പോകാൻ പറ്റുമായിരിക്കും. ഐ തിങ്ക് സോ. നമ്മളിപ്പം നമുക്ക് പെട്ടെന്ന് അപ്പാണോ ഡൗൺ ആണോ വേണ്ടത് വെച്ചാൽ നമ്മളെന്താ പറയുക, ഡൗൺ. സോ നമുക്കിതിൽ പോകാനാണ് താല്പര്യം. എന്നാ ചെയ്യുക ഷിയോ? നമുക്ക് പെട്ടെന്ന് എപ്പോഴും ഒരു ഇറക്കത്തിനുള്ള താല്പര്യം. അതുകൊണ്ട് നമ്മളും ഇറങ്ങുന്ന ഈ വഴി എടുത്തു. ഇനി പോയി നോക്കുമ്പോൾ അറിയാം എന്തായിരുന്നു ഡിഫറൻസ് എന്നുള്ളത്. നടന്നു. അപ്പം പിസാങ്ങിലേക്കുള്ള വഴി ഇപ്പോൾ തുടക്കമൊക്കെ അങ്ങനെ ഫ്ലാറ്റാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഇനി കയറ്റം വരും അല്ലേ? കയറ്റം വരും എന്നല്ലേ പറഞ്ഞത് നീ? കയറ്റം വരും എന്നല്ലേ പറഞ്ഞേ? ഇപ്പോൾ ഫ്ലാറ്റാണ്, കുഴപ്പമില്ല, നല്ല ട്രെയിലാണ്. കുറച്ച് കഴിയുമ്പം കയറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പം അവസ്ഥയാവും. കൊള്ളാം, നല്ല ലാൻഡ്സ്കേപ്പ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും ഫസ്റ്റ് 1 hour ആയതുകൊണ്ടും ബാഗ് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ തന്നെ. ഒരു നല്ല നദികൾ ഒഴുകുന്നുണ്ട്, ഏതാണെന്നറിയില്ല, പക്ഷേ അടിപൊളിയാണ്. അടിപൊളി ലാൻഡ്സ്കേപ്പ്. ഇതാണ് നമുക്ക് പോള വഴി. എനിക്ക് ഒന്ന് കയറ്റം വരുന്നുണ്ട്. സോ കണ്ടോ നല്ലയാ മീൻസ് സർക്യൂട്ടിൻ്റെ ട്രെയിൽ നല്ലതാണ്, ലാൻഡ്സ്കേപ്പും നല്ലയാ. അന്നപൂർണ്ണ ബേസ് ക്യാമ്പും അന്നപൂർണ്ണ സർക്യൂട്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ നല്ല ശരിക്കുള്ള വൃത്തിക്കുള്ള റോഡാണ്, വഴിയുണ്ട്. പക്ഷെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഫുള്ള് കാട്. കാട്ടിലുള്ള ഒരേ നടത്തായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര വ്യത്യാസമാണ്. ലാൻഡ്സ്കേപ്പും എല്ലാം നല്ലതാണ്. കുറച്ച് ലെങ്തിയാണ്, അതായത് കുറച്ചധികം നടക്കാനുണ്ട്. ബട്ട് സ്റ്റിൽ തോന്നുന്നു നല്ല റോഡാണ്. യെസ്. അവിടെ മോനെ ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്, കാണിച്ചു തരാം. വെയിറ്റ്. നോക്ക് വെള്ളച്ചാട്ടം കൊള്ളാം അല്ലേ? യെസ്. പിന്നെ നല്ല റോഡായി. അതായത് ഇത്ര നേരം നമ്മൾ നടന്നത് സാധാ വഴിയായിരുന്നു. പക്ഷെ ഇപ്പം ശരിക്കും കണ്ടോ, നല്ല പക്ക റോഡായി. ആൻഡ് ലാൻഡ്സ്കേപ്പ് നോക്ക്. ഇതേതാ നദി എന്നോട് ചോദിക്കരുത്, പക്ഷേ ഒടുക്കത്തെ ലാൻഡ്സ്കേപ്പാണ്. വിഷയം സാധനം. നമ്മൾ നടന്ന് എങ്ങോ എത്തിയാലും എവിടെ എത്തിയിട്ടില്ല കാര്യമായിട്ട്. ഇവിടെ കുറേ ആട്ടിൻ പറ്റം. യെസ്, കൊള്ളാം. കുത്തൂലായിരിക്കും, റെസ്റ്റ് എടുക്കുന്നേ. കാര്യമായി ആട്ടിൻപറ്റകളെ ഷൂട്ട് ചെയ്യാണ് മിസ്റ്റർ ഷിയോ. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് എവിടെയോ എത്തി. നമുക്ക് ആസിഫിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് ട്രെയിലൊക്കെ. കാരണം ആസിഫൊക്കെ ഇത്രയും വലിയൊരു ട്രെക്കിങ് ബിഗിനറാണ്, ആദ്യമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിഗിനറോട് ചോദിക്കാം, എന്താ ആസിഫ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് ട്രെയിൽ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഓഫ് ട്രെക്കിങ്? ഈസി ആണല്ലേ? പാക്കിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ബിഗിനറായോണ്ട് പാക്കിങ് ലേശം ബുദ്ധിമുട്ടി. പക്ഷെ അതിനുശേഷം ആസിഫ് ഞങ്ങൾ കണ്ടിട്ടില്ല. ആസിഫ് ഒറ്റ പോക്കാ ഷൂ അല്ലേ? ചിലർക്ക് ഓരോ പാസ്സാണല്ലോ. ചിലർക്ക് പാക്ക് ചെയ്യാൻ ഫാസ്റ്റ് ആയിരിക്കും, ചിലർക്ക് നടക്കാൻ ഫാസ്റ്റ് ആയിരിക്കും. ഡിപ്പെൻസ്. എന്തായാലും
കുഴപ്പമില്ല, നല്ലതാണ്. ഇന്ന് ഈസി ട്രക്കിങ്ങാ, കുഴപ്പമൊന്നുമില്ല. അതായത് ഇങ്ങനെ സാധാ നോർമൽ വഴി, ഇടയ്ക്ക് ചെറിയ കയറ്റം വരും, ബട്ട് മോസ്റ്റ്ലി ഫ്ലാറ്റ് ആണ്. യെസ്. സോ നമ്മൾ പോണ വഴിക്ക് കണ്ട ഒരു കിടിലൻ ആപ്പിൾ തോട്ടം, കൊള്ളാം, നൈസാണ്. യെസ്. ഇവിടെയൊക്കെ ആപ്പിളിന് എന്താ വില എന്നറിയോ? ഒരു ആപ്പിളിന് 300 200 തോന്നുന്നു ഒരു ആപ്പിളിന്. അപ്പോൾ നമ്മൾ 4 ആപ്പിൾ വറുത്തു. ഇവിടെ ഇതാണ് കൊക്ക ടൈപ്പാണ്, പക്ഷേ വ്യൂ നോക്ക്, കിട്ടില്ല സാധനം. ഇവിടെ ഒരു അടിപൊളി ആപ്പിൾ തോട്ടണ്ടേ, അതിൻ്റെ മോനെ, ഫ്രഷ് ആപ്പിൾ, ഫ്രഷ്. ആരുടെയോ തോട്ടം. പക്ഷേങ്കില് നമ്മള് പറിച്ചായിരുന്നേ. ഞാനല്ല. ആരാ പറിച്ചേ? ഞാനല്ല പറിച്ചേ. ആരാ പറിച്ചേ? ശരിയാണോ പറിച്ചേ? മധുരൊക്കെ ചാടി. ശരിയാണോ പറിച്ചേ? ശരിയാണോ? എത്തിക്സ് ശരിയാണോ? സാടോ ശരിയാണോ? എന്നെ എടുക്കുന്നേ വേണ്ട. നല്ല ടേസ്റ്റ് ഇല്ലേ? കൊടുക്കുന്ന ടേസ്റ്റ്. ഇവിടെ ആപ്പിൾ എത്ര അറിയോ നേപ്പാളില്? ഒന്നിന് 200 രൂപയ്ക്കാ. സത്യം. എത്ര 200? ഓ എടുക്കുക. കൊള്ളാം, അടിപൊളി. തോട്ടത്തിൽ കുറേ ആപ്പിൾ ഉണ്ട്. പർച്ചേസ് ശരിയാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒന്നല്ല പറിക്കുക, ഇഷ്ടംപോലെ ഉണ്ട്. കൊള്ളാം. നോക്ക്, ഇത് ഫുള്ള് ആപ്പിൾ തോട്ടാ. ഈ കാണുന്ന ഫുള്ള് ആപ്പിൾ തോട്ടാണ്. കണ്ടോ, വേരി കെട്ടിയേക്കുക. ഇപ്പുറം കാണുന്നതും ഫുള്ള് ആപ്പിൾ തോട്ടാ. എന്തോരം അള്ളാച്ചിട്ടാ. നമ്മളെ പൂതിക്ക് വേണ്ടിയിട്ട് ഒരു 4 എണ്ണം കണ്ട് ഓരോരുത്തർ വെച്ച് പറിച്ച്, ഓരോരുത്തർ ഓരോന്ന് വെച്ചിട്ട് പറിച്ച് തന്നു. അത് മതി, മറ്റത് ഭയങ്കര മോശമായി പോവില്ലേ. നമ്മൾ ഏതോ ഒരു വില്ലേജിലേക്ക് എത്തുവാണ് കേട്ടോ. പിസാങ് അല്ല എന്തായാലും, പക്ഷേ തലേക്കൂന്ന് വിട്ടിട്ട് നമ്മൾ വേറെ ഏതൊരു വില്ലേജിലേക്ക് എത്തുവാണ്. നമ്മൾ 9 മണിക്കാണ് തലേക്കു പറഞ്ഞ വില്ലേജിൽ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ നമ്മൾ ചാമയിൽ നിന്ന് തലേക്കു എത്തി. അപ്പം ഇപ്പോൾ നമ്മൾ തലേക്കുന്ന് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 12 മണിക്കായി നമ്മൾ അടുത്ത വില്ലേജ് എത്തി. അടുത്ത വില്ലേജിൻ്റെ പേര് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ തിങ്ക് ബ്രത്താങ് അങ്ങനെ എന്തോ ആണ്. ബ്രത്താങ്. 2720 മീറ്റർ നമ്മൾ 2850 മീറ്ററിലോട്ട് എത്തി. ഞങ്ങൾ ഭയങ്കര സ്ലോ പേസ് ആയിരുന്നു. സ്ലോ പേസ് മീൻസ് എല്ലാം കണ്ട് ആസ്വദിച്ച് അവിടെ ഇവിടേക്ക് ഇരുന്ന് അത് പറിച്ച് ഇത് പറിച്ച് അങ്ങനെ വന്നേക്കും. അതുകൊണ്ട് ഇത്ര സമയമൊന്നും എന്നാലും എടുക്കത്തില്ല. പിന്നെ വരുന്ന വഴിയാണെങ്കിലും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്, ചിലപ്പോൾ മാത്രം ചെറിയൊരു കയറ്റം വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വില്ലേജിലെത്തുവേ. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രത്താങ്. 2-3 ടീ ഹൗസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു സെറ്റപ്പ്, കൊള്ളാം. യെസ്, ഇനി നമുക്ക് എവിടെ എത്തണം? പിസാങ് എത്തണം. അപ്പോൾ നമുക്ക് വല്ല ചായ ബ്രേക്ക് കൊടുക്കാം.